രാജേന്ദ്രൻ, ഇന്ത്യയിൽ നടക്കുന്ന മഹാകുംഭമേള ലോക ശ്രദ്ധ പിടിച്ചു പറ്റിയിരിക്കുകയാണ്. എന്തിന്, പാകിസ്ഥാൻ പോലും ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുകയാണ് മഹാകുംഭമേളയെക്കുറിച്ച്. അവിടങ്ങളിലുള്ളവർ പോലും ഇപ്പോൾ ചെറിയ ചെറിയ വീഡിയോകളിലൂടെ ഇതിനെപ്പറ്റി അറിയുന്നു, അവർ കേൾക്കുന്നു, കാണുന്നു. അപ്പോൾ ലോകം മുഴുവൻ ഇന്ത്യയിലേക്ക് വരുന്ന ഒരു ചിത്രമാണ് നമ്മൾ ഇതിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തീർച്ചയായിട്ടും ലോകം മുഴുവൻ കണ്ടിരിക്കേണ്ട ഒന്നുമാണ്. ഒരു പക്ഷേ അല്ല, തീർച്ചയായിട്ടും ലോകത്തിലെ ഏറ്റവും വലിയ ആധ്യാത്മിക തീർത്ഥാടനമാണ് ഇതിവിടെ നടക്കുന്നത്. ഹജ്ജിനേക്കാളുമൊക്കെ എത്രയോ കോടി ആൾക്കാരാണ് പങ്കെടുക്കുന്നത്. കൂടുതൽ പേരും ഇന്ത്യക്കാരാണെന്നത് മാത്രമേ ഉള്ളൂ. ഏതാണ്ട് 40 കോടിയോളം ജനങ്ങൾ, അതായത് ഇന്ത്യയുടെ ജനസംഖ്യയുടെ ഏതാണ്ട് 1/3 ആൾക്കാർ പങ്കെടുക്കുന്ന ഒരു മഹാമേളയാണ് ഗംഗ, യമുന, സരസ്വതി നദികളുടെ സംഗമസ്ഥാനമായ പ്രയാഗ്രാജിൽ നടക്കുന്നത്. ആ ജനങ്ങളുടെ വൈപല്യം കണക്കിലെടുത്തും അവിടെ കൂടുതൽ ശ്രദ്ധ വേണ്ടതുകൊണ്ടും യോഗി, അവിടുത്തെ മുഖ്യമന്ത്രി, ആ പ്രയാഗ്രാജിനെ ഒരു ജില്ലയായി തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിലും ഏതാണ്ടൊരു ഒളിമ്പിക്സിനോളം തന്നെ സംഘാടന പാഠവും വേണ്ട ഒരു കാര്യമാണ് യോഗി എന്ന് പറയുന്ന ആ ഒരു മുഖ്യമന്ത്രി മാത്രം, യോഗി ആദിത്യനാഥ്, യാതൊരു ടെൻഷനുമില്ലാതെ ഭംഗിയായിട്ട് നടത്തുമ്പോൾ ഇത് രാഹുൽ ഗാന്ധി ജാതി കാർഡ് കളിച്ചുകൊണ്ട് അധികാരത്തിൽ വരാൻ ശ്രമിക്കുന്ന, ജാതി സെൻസസ് വേണമെന്ന് പറഞ്ഞ് ഇന്ത്യയിൽ കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന രാഹുൽ ഗാന്ധിക്കുള്ള ഒരു മറുപടി കൂടിയാണ്. അവിടെ ഇതിനോടകം കോടിക്കണക്കായ ആൾക്കാർ അവിടെ തീർത്ഥത്തിൽ മുങ്ങി കുളിച്ചു സായുജ്യമടഞ്ഞു. അവർക്ക് ജാതിയില്ല, മതമില്ല, രാഷ്ട്രമില്ല, ഒന്നുമില്ല. സനാതനധർമ്മം, സനാതന സംസ്കാരം, അതൊന്നു മാത്രം. ഇത് തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ്റെ മകനായ ഉദയനിധിക്ക് ഉള്ള ഉത്തരം കൂടിയാണ്. ഈ മുങ്ങിക്കുളിച്ചവർക്കൊന്നും ജാതിയില്ല. അതിൽ അധകൃതരുണ്ട്, പിന്നോക്ക വിഭാഗക്കാരുണ്ട്, നീചജാതിയിൽപ്പെട്ടവരുണ്ട്. അവർക്കെല്ലാം മനസ്സിലൊന്നേ മന്ത്രമുള്ളൂ, കുംഭമേളയുടെ മഹാമന്ത്രം, സനാതനധർമ്മത്തിൻ്റെ മഹാമന്ത്രം. അതാണ് അവിടെ ഉദ്ഘോഷിക്കപ്പെടുന്നത്. അവർ മനസ്സിൽ ഉൾക്കൊള്ളുന്നത് ഒരു തരം സായുജ്യം, നിർവൃതി അടയും. വെറുതെ ഇത്രയും ആൾക്കാർ ഇവിടെ വിഡ്ഢിത്തമായിട്ട് വരും, അന്ധവിശ്വാസത്തിൻ്റെ പേരിൽ വരുമെന്ന് കരുതുന്നുണ്ടോ? അവർക്കതിൽ നിന്നൊരു നിർവൃതി കിട്ടുന്നുണ്ട്. തീർച്ചയായിട്ടും അതിൻ്റേതായിട്ടൊരു ഊർജം ലഭിക്കുന്നുണ്ട്. ഊർജ രേണുക്കൾ അവരുടെ ആത്മാവിലൂടെ പ്രസരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ വരില്ല. ഇത്രയും പണം മുടക്കി കഷ്ടപ്പെട്ടുകൊണ്ട് അവിടെ വന്ന് കഷ്ടപ്പാടായിട്ട് അനുഭവപ്പെടാതെ അനുഗ്രഹമായി അനുഭവപ്പെടുന്നത്. ഈ കുംഭമേളയ്ക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. കഴിഞ്ഞ 144 വർഷങ്ങളിലാദ്യമായിട്ട് സൂര്യചന്ദ്ര ഖഗോളങ്ങളെല്ലാം ഒരേ രാശിയിൽ വരുന്ന ലക്ഷണയുക്തമായിട്ടൊരു കുംഭമേള സ്വതന്ത്ര ഇന്ത്യയിൽ ഒരിക്കലും നടത്തിയിട്ടില്ല. ബ്രിട്ടീഷുകാരുടെ കാലത്ത് മാത്രമാണ് നടത്തിയത്. ചെറിയ ചടങ്ങായിട്ടായിരുന്നു. ഇപ്പോൾ യോഗി ആദിത്യനാഥ് വന്നപ്പോൾ അത് വലിയ ചടങ്ങായിട്ട്, ഒരു ഒളിമ്പിക്സിനേക്കാൾ കൂടുതൽ സംഘാടന പാടവത്തോടു കൂടി, ഒരു സംഘർഷവുമില്ലാത്ത വിധം, ഒരു ദുരന്തവുമില്ലാതെ, ഒരു കഷ്ടനഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഉണ്ടാകാതെ അദ്ദേഹം അത് സമർത്ഥമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുക. സംഘടനാ പാഠം, സംഘാടകന മികവ് സമ്മതിക്കണം. ഈ സമയത്ത് തന്നെ ഒരു വിഭാഗം ആൾക്കാർ ഈ കുംഭമേള നടക്കുന്ന ഈ ജില്ല മുഴുവൻ വഖഫ് പ്രോപ്പർട്ടിയാണ് എന്നൊരു വിവാദം ഉണ്ടാക്കാൻ ശ്രമിച്ചു. വളരെ സരസമായിട്ട് യോഗി അതൊരു സംഘർഷത്തിലേക്കോ കലാപത്തിലേക്കോ രാഹുൽ ഗാന്ധിയെ പോലെ കൊണ്ടുപോകാനല്ല യോഗി ആദിത്യനാഥ് ശ്രമിച്ചത്. സരസമായിട്ട് അതിന് ഉത്തരം സാരഗർഭമായിട്ട് പറഞ്ഞു. അത് ഇത്രയും മാത്രമേ ഉള്ളൂ. ഇസ്ലാമിൻ്റെ ബീജം ലോകത്ത് വിതയ്ക്കും മുമ്പ് തന്നെ അനുഷ്ഠിച്ചു പോന്നിരുന്ന ഒരു ചടങ്ങാണ് കുംഭമേള. നല്ല മറുപടിയാണ്. ഇസ്ലാമിൻ്റെ ബീജം വർഷിക്കും മുമ്പ് തന്നെ എന്ന് പറഞ്ഞാൽ ഈ മതം ഈ ലോകത്തുണ്ടാവുന്നതിന് മുമ്പ് തന്നെ നടന്ന കുംഭമേള. നമ്മൾ ചരിത്ര പുസ്തകങ്ങളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. കുംഭമേള നടന്നിരുന്നു. കുംഭമേള എന്ന് പറഞ്ഞ് ഹിന്ദുക്കളെ എല്ലാം ഒന്നിപ്പിക്കുന്ന, ഭാരതീയരെ എല്ലാം ഒന്നിപ്പിക്കുന്ന ഒരു ചടങ്ങ് അവിടെ നടന്നിരുന്നു. ചരിത്രത്തിൽ നമ്മൾ എല്ലാ മതസ്ഥർക്കും പങ്കെടുക്കാമല്ലോ. ഏത് മതസ്ഥർക്ക്, ഏത് ജാതി, വിദേശികൾ പങ്കെടുക്കുന്നുണ്ട്. മുങ്ങിക്കുളിച്ചിട്ട് അവർ പറയുന്നത് വലിയ അനുഭൂതിയാണ് ഇത് നൽകുന്നത്. സാധാരണ നദികളിൽ കുളിക്കുന്ന പോലെയല്ല, ആൾക്കൂട്ടത്തിനിടയിൽ മുങ്ങിക്കുളിക്കുമ്പോഴും മഹാ അനുഭൂതി. എന്നിട്ടും ഒരൊറ്റ മരണം പോലും
നമ്മൾ ശബരിമലയിൽ വരുമ്പോൾ പോലും മരണം റിപ്പോർട്ട് ചെയ്യപ്പെടാറുണ്ട്. അങ്ങനെ ഏതാണ്ടൊരു 10-100 ശബരിമല തീർത്ഥാടനങ്ങൾ ഒരുമിച്ച് നടക്കുന്നത് പോലെയുള്ള കോടി സൂര്യപ്രഭ എന്ന് പറയുന്നത് പോലെ കോടി ശബരിമലകളുടെ പ്രകാശവും പ്രസരിപ്പും ചൈതന്യവുമാണ് അവിടെ നടക്കുന്നത്. ആ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. കേരളത്തിൽ നിന്ന് തന്നെ പലരും പോകുന്നുണ്ട്. ഈ യു പിയിൽ ഇത്രയും പേരെ ഉൾക്കൊള്ളാനുള്ള ഒരു സംവിധാനവും ഉണ്ടെന്നുള്ളതാണ് അല്ലേ? ശരിയായിട്ടുള്ള പ്ലാനിംഗ് ഉണ്ടെങ്കിൽ, ആസൂത്രണം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റും. ഇപ്പോൾ ഈ ശബരിമലയിൽ തന്നെ ഇതിലും കൂടുതൽ ആൾക്കാരെ ഉൾക്കൊള്ളാൻ കഴിയും. നമ്മുടെ ആ മാസ്റ്റർ പ്ലാൻ ശരിയായിട്ട് ആസൂത്രണം ചെയ്ത് പണ്ടേ നടപ്പാക്കിയിരുന്നെങ്കിൽ. പക്ഷെ അവിടെ ആസൂത്രണമില്ലായ്മ. അതുപോലെ തന്നെ വേറൊരു വ്യത്യാസം ഈ ശബരിമലയുമായിട്ട് നമ്മളിവിടെ കാണുന്നത്, ഇപ്പോൾ യു പി ഗവൺമെൻറ് തന്നെ അസസ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം 2 ലക്ഷം കോടിയാണ്. പക്ഷേ ശബരിമലയിൽ ഇന്നുവരെ നടവരവ് കണക്കാക്കിയിട്ടുണ്ട്. ആ തീർത്ഥാടനം കൊണ്ടുണ്ടാവുന്ന വരവ്, കേരളത്തിന് മൊത്തത്തിലുണ്ടാകുന്ന ഒരു നേട്ടം വരുമാനം ഇതുവരെ പഠിക്കപ്പെട്ടിട്ടില്ല. എത്ര ലക്ഷം പേരാണ് വരുന്നതിന് കൃത്യമായിട്ടുള്ള കണക്ക് ഇപ്പോൾ സ്പോട്ട് ബുക്കിംഗ് എല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ആയതുകൊണ്ട് കിട്ടാവുന്നതേ ഉള്ളൂ. ശരിയായിട്ടുള്ളൊരു കണക്ക് എനിക്ക് ഇന്നുവരെ കിട്ടിയിട്ടില്ല. ശരിക്കും ഇന്നുവരെ ഞാൻ അന്വേഷിച്ചിട്ട് എനിക്കിത് കിട്ടിയിട്ടില്ല. ടോട്ടൽ കൺഫ്യൂഷനാണ് അതിനകത്ത് വരുന്നത്. ടോട്ടൽ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള പരസ്പര വിരുദ്ധമായിട്ടുള്ള റിപ്പോർട്ടുകളാണ് വന്നിട്ടുള്ളത്. ദേവസ്വം ബോർഡിൽ അതിലൊന്നും താല്പര്യമില്ല. ഇതിനു മുമ്പ് കുറച്ച് പത്രസമ്മേളനം നടത്തി, ഇത് കഴിഞ്ഞ് ഇത്ര കോടി കിട്ടി. ഇത് പ്ലാനിംഗ് ബോർഡും കൂടെ അറിയേണ്ട കാര്യം. കാരണം അവർക്ക് താല്പര്യമില്ല. അവർ നിരീശ്വരവാദികളല്ലേ. അതാണ് ഇവിടുത്തെ വ്യത്യാസം. വിജയനാഥും കണ്ടതാണല്ലോ ഇത്. ഇതിന്റെ ലൈവ് സംപ്രേഷണവും നടത്തിയതാണല്ലോ വിജയനാഥ്. എത്ര വർഷങ്ങളായിട്ട് നടത്തുന്നു. ഇവിടെ ഈ കമ്മ്യൂണിസ്റ്റ് മന്ത്രിമാർ ഭരിക്കുമ്പോൾ ആരെങ്കിലും പോയി ഒരു തെറ്റുപോലെയെങ്കിലും ഒന്ന് തൊഴുന്നത് കണ്ടിട്ടുണ്ടോ താങ്കൾ? അതിൻ്റെ മുമ്പിൽ പോയിട്ട്, അതിൻ്റെ മുമ്പിൽ പോയിട്ട് ഭക്തരുടെ ആ കാഴ്ച മറയ്ക്കുന്ന, ദർശനം മറയ്ക്കുന്ന തരത്തിൽ അവിടെ പോയി നിന്ന് നല്ല ഇസ്തിരിയിട്ട ഷർട്ടുമായിട്ട് അവിടെ പോയി നിൽക്കുന്നതല്ലാതെ ഈ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭകൾ വരുമ്പോൾ ആ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ചന്ദനക്കുറിയൊക്കെ തൊടുന്ന ആൾ, അദ്ദേഹം ചിലപ്പോൾ തൊഴുതു കാണിക്കും. ഈ ദേവസ്വം മന്ത്രി തൊഴാറുണ്ടോ? തീർത്ഥം ഒഴിച്ചു കൊടുത്തിട്ട്, പണ്ട് ഐത്തത്തിൻ്റെ പേരിലായിരുന്നല്ലോ എല്ലാം കലാപങ്ങളും നടന്നത്, സംഘർഷങ്ങളും പ്രക്ഷോഭങ്ങളും ആവശ്യം തന്നെയാണത്. പക്ഷെ കയ്യിൽ തീർത്ഥം ഒഴിച്ചു കൊടുത്തിട്ട് എനിക്കിതിൽ വിശ്വാസമില്ലെന്ന് നേരെ നോക്കി പറയുക. ഇവിടെ നമ്മൾ ഉടുപ്പിടരുത് എന്നൊക്കെ പറയുന്നു. ഹജ്ജ് തീർത്ഥാടനത്തിന് പോകുമ്പോൾ, അവിടെ ഉംറയിലേക്ക് പോകുമ്പോൾ, തീർത്ഥം എടുക്കാൻ പോകുമ്പോൾ ഭക്തിപുരസരം നമ്മൾ ഏത് മതക്കാരും അത് നോക്കേണ്ടതാണ്. അവിടെ പോകുമ്പോൾ അവരെന്താണ് ഇടുന്നത്? നമ്മുടെ നേരിയതുപോലൊരു വസ്ത്രമാണ് ഇടുന്നത്. ഷർട്ട് ഇടാൻ പാടില്ല. അതിനെപ്പറ്റി അവർക്കാർക്കും ഒരു വിവാദത്തിലേക്ക് പോകാൻ താല്പര്യമില്ല, പോകാൻ്റെ ആവശ്യമില്ല. ആരും ക്ഷേത്രങ്ങളിൽ ഷർട്ടിട്ട് പോകണം. അതാണ് ഇവിടെ വലിയ പ്രശ്നം. അവിടെ ദാരിദ്ര്യമേ ഇല്ലാത്ത ഒരു സ്ഥലമാണ് സൗദി അറേബ്യ. സമ്പന്നതയുടെ തലസ്ഥാനമാണ്. എന്നിട്ട് ദാരിദ്ര്യം, ശൈശവ രോഗബാധ, ഇങ്ങനെ 100 കൂട്ടം പ്രശ്നങ്ങളുള്ള സ്ഥലത്ത് നമ്മൾ ഷർട്ടിൻ്റെ പേരിൽ, ഈ ഷർട്ടൊക്കെ എന്നുണ്ടായതാ? ബ്രിട്ടീഷുകാരൻ അവൻ്റെ മാഞ്ചസ്റ്ററിലെ വ്യവസായങ്ങളിൽ നിന്ന് ഉൽപ്പാദിക്കപ്പെടുന്ന അതിൻ്റെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ വേണ്ടി കണ്ടുപിടിച്ച ഒന്നാണ്. അതിനു മുമ്പിൽ നമ്മൾ ഷർട്ട് ഇട്ടിട്ടുണ്ടോ? നമ്മൾ മുണ്ടും തോർത്തും, നമ്മുടെ കേരളീയരുടെ കാലാവസ്ഥയ്ക്ക് ഏറ്റവും പറ്റിയ സാധനം അതാണ്. മുണ്ടും തോർത്തും മാത്രം മതി. ഈ ആണുങ്ങൾ ഷർട്ടിട്ട്, ഈ ആണുങ്ങൾക്ക് ഈ മറയ്ക്കാനുള്ള, നമ്മുടെ കർഷകം നോക്കൂ, പാടങ്ങളിൽ വെയിലത്ത് പണിയെടുക്കുന്ന തമിഴ്നാട്ടിലെ കർഷകരെ നോക്കൂ, കേരളത്തിലെ കർഷകരെ നോക്കൂ, ഷർട്ട് ഇട്ടുകൊണ്ടാണ് അത് ചെയ്യുന്നത്. ഇപ്പം ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ. തൊഴിലാളികൾ ഇപ്പോൾ അവിടെ ഇപ്പോൾ ജോലി ചെയ്യുമ്പോഴേ ഷർട്ട് ഇട്ടുകൊണ്ടായിട്ടുണ്ട്, ഫാഷൻ വന്നിട്ടുണ്ട്. ഇത് ബ്രിട്ടീഷുകാരൻ്റെ മാർക്കറ്റിങ്ങിൻ്റെ ഒരു തന്ത്രമാണ്. എല്ലാവരെയും ഷർട്ട് ഇടിപ്പിക്കുന്നതാണ്. വാസ്തവത്തിൽ അങ്ങനെയൊന്നും മറച്ചു വയ്ക്കപ്പെടേണ്ട ശരീരമല്ല പുരുഷ ശരീരം എന്ന് പറയുന്നത്. ഒരു തോർത്തിട്ടാൽ പോലും മറയുന്ന ശരീരമേ ഉള്ളൂ. അതൊരു സെക്ഷൽ ഓബ്ജക്റ്റായിട്ടൊന്നും ആരും കരുതുന്നുമില്ല. അങ്ങനെ ആക്കാനുള്ള ശ്രമങ്ങളുണ്ടെങ്കിലും. അപ്പോൾ പിന്നെ ഈ ഷർട്ട് ഇട്ടുകൊണ്ട് പോകുന്നതിൽ എന്താ? അത് മനസ്സുള്ളവർ പോയാൽ മതി ആ ക്ഷേത്രത്തിൽ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഷർട്ടിട്ട് പോകാവുന്ന ക്ഷേത്രം അവിടെ പോയാൽ പോരെ. അങ്ങനെ ഒതുക്കിയല്ല, അത് വലിയൊരു വിവാദ വ്യവസായമായിട്ട് മാറ്റാൻ ശ്രമിക്കുകയാണ് നമ്മൾ. ബ്രിട്ടീഷുകാരനോ അവൻ്റെ തുണി വ്യവസായം ഇന്ത്യയിൽ വളരെ ഫലപ്രദമായിട്ട് അവൻ നടപ്പാക്കി. ഒരു ഷർട്ടിട്ടില്ല. ഡോക്ടർമാർ, സയൻസ് തന്നെ പറയുന്നത് നിങ്ങളുടെ വസ്ത്രത്തിൽ മിനിമം ഇറുകി ചേർന്ന് കിടക്കുന്ന വസ്ത്രങ്ങളെ പാടില്ല എന്നാണ് ഇവർ പറയുന്നത്. ഈ വസ്ത്രത്തിൽ നിന്നാണ് ഈ ദുർഗന്ധം, വിയർപ്പിൻ്റെ ദുർഗന്ധം ഉണ്ടാകുന്നത്. പണ്ട് ഇതിന് ആനുഷംഗികമായിട്ട് പറയുന്നതേ ഉള്ളൂ. ആ തോർത്തും മുണ്ടും കൊടുത്തപ്പോൾ വിയർപ്പിൻ്റെ നാറ്റം വന്നിരുന്നില്ല. ഈ നമ്മുടെ കാലാവസ്ഥയിൽ വിയർപ്പുണ്ടാക്കും ഷർട്ട്. ബ്രിട്ടീഷുകാരൻ്റെ കാലാവസ്ഥയിൽ അത് ഉണ്ടാക്കുന്നില്ല. കാരണം തണുപ്പാണ് അവിടെ. അവന് കോട്ട, അതിന് പുറത്തൊരു വസ്ത്രം കൂടിയാണ് വേണ്ടത്, സംരക്ഷണം. ഇവിടെ നമുക്കതല്ല വേണ്ടത്. ഷർട്ടും കൂടി ഇല്ലാത്ത ഒരവസ്ഥ. ഒരു തോർത്തിട്ട് കഴിഞ്ഞാൽ വിയർപ്പ് ആറ്റിക്കളയാൻ തുടച്ച് കളയാം.
ശരിയായ വസ്ത്രധാരണത്തെ നമ്മൾ തെറ്റായ വസ്ത്രം കൊണ്ട് മൂടി മറച്ചിട്ട് അതുകൊണ്ട് ക്ഷേത്രത്തിലൂടെ പോയിട്ട് അതിൻ്റെ ശ്രീകോവിലിൽ കൂടി ഈ വിയർപ്പിൻ്റെ നാറ്റം പരത്തണമെന്നാണ് നമ്മൾ പറയുന്നത്. അല്ലെങ്കിൽ അത്തറിൻ്റെയും പെർഫ്യൂമിൻ്റെയും ഒക്കെ മണം പരത്തണമെന്ന്. എന്ത് വികലമായ കാഴ്ചപ്പാടാണ്! അത്തരം വികലമായ കാഴ്ചപ്പാടില്ലാത്ത, അവികലമായിട്ടുള്ള, അത്തരം വിവാദങ്ങളില്ലാത്ത തരത്തിലാണ് ഈ കുംഭമേള മുമ്പോട്ട് പോകുന്നതെന്നുള്ളത് വളരെ സന്തോഷപ്രദമായിട്ടുള്ള ഒരു കാര്യം തന്നെയായിട്ടാണ്, അതിനെ വേർതിരിക്കുന്ന ഒരു കാര്യവും അതുതന്നെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ശിവരാത്രിയിൽ ഇത് അവസാനിക്കുമ്പോൾ ലോകത്ത് ഒളിമ്പിക്സ് നടക്കുന്നത് പോലെ ഒരു വലിയ സംഭവം ഇന്ത്യയിൽ നടന്നതുപോലെ ചരിത്രം രേഖപ്പെടുത്തുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.